നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയിലേക്ക് ചേർന്ന ചെറുതും വലുതുമായ നേതാക്കൾ അനവധിയാണ്. കേരളത്തിനകത്തും പുറത്തും ആ മാറ്റങ്ങളെല്ലാം തന്നെ നാം കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലും ആകർഷിക്കപ്പെട്ടാണ് പല പാർട്ടിയിൽ നിന്നുള്ളവരും സാധാരണക്കാരുമെല്ലാം ബി.ജെ.പിയുടെ ഭാഗമാകുന്നത്. ഇപ്പോഴിതാ 3 മാസത്തിനുള്ളിൽ ബി.ജെ.പിയിൽ അംഗത്വം എടുത്ത ആളുകളുടെ കണക്ക് വെളിപ്പെടുത്തുകയാണ് ബി.ജെ.പി നേതാവ് നരോത്തം മിശ്ര. 3 മാസത്തിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം ആളുകൾ ബി.ജെ.പിയിൽ അംഗത്വം എടുത്തതായിട്ടാണ് ബി.ജെ.പി നേതാവ് നരോത്തം മിശ്ര പറയുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സാമൂഹ്യ സംഘടനകളിൽ നിന്നുമായി 1,26,000 പേർ ബി.ജെ.പിയിൽ അംഗത്വം എടുത്തതായും നരോത്തം മിശ്ര വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച മാത്രം 1.26 ലക്ഷം പേരാണ് മധ്യപ്രദേശിൽ പാർട്ടി അംഗത്വം എടുത്തത്. പ്രധാനമന്ത്രിയുടെ വ്യക്തിത്വത്തിലും പ്രവർത്തനത്തിലും ആകൃഷ്ടരായാണ് ആളുകൾ ബി.ജെ.പിയിലേക്ക് വരുന്നതെന്നും നരോത്തം മിശ്ര പറയുകയുണ്ടായി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ വി.ഡി. ശർമ്മയുടെയും നേതൃത്വത്തിൽ ബി.ജെ.പി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച മാത്രം 1.26 ലക്ഷം പേരാണ് മധ്യപ്രദേശിൽ പാർട്ടി അംഗത്വം എടുത്തത്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ സംസ്ഥാനത്ത് 2.58 ലക്ഷത്തിലധികം പേർ ബി.ജെ.പിയിൽ ചേർന്നു കഴിഞ്ഞു അത്രേ. ബി.ജെ.പിയിൽ ചേർന്നവരിൽ 90%-ലേറെയും കോൺഗ്രസിൽ നിന്നുള്ളവരാണെന്ന് നരോത്തം മിശ്രയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പച്ചൗരി, ചിന്ദ്വാര മേയർ വിക്രം അഹാക്കെ, എം.എൽ.എ. കമലേഷ് ഷാ, മുൻ മന്ത്രി ദീപക് സക്സേന, ജബൽപൂർ മേയർ ജഗത് ബഹാദൂർ സിംഗ് എന്നിവരടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണ് അടുത്തിടെ ബി.ജെ.പിയിൽ ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിത്വവും നേതൃത്വവും അദ്ദേഹത്തിന്റെ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ദേശീയതയുമാണ് അവരെ സ്വാധീനിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വരാനിരിക്കുന്ന ലോക്സഭ 2024 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 300 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രവചനങ്ങൾ സത്യമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ 2ാമത്തെ പരാജയം നേരിടേണ്ടി വരും. മുൻപ് ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്നത് 2014 തെരഞ്ഞെടുപ്പിൽ 44 സീറ്റായിരുന്നു. ഒഡീഷ, തെലങ്കാന, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നിവയുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്.